ഇപ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആണോ? അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടോ? ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചില ആളുകളുടെ റിലേഷൻഷിപ്പ് എനർജിയോട് ഞാൻ കണക്ട് ചെയ്ത് റീഡ് ചെയ്യുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും മാച്ച് ആകില്ല. പക്ഷേ നിങ്ങൾക്ക് റിലേറ്റ് ആകുന്ന ഭാഗം നിങ്ങൾക്ക് മെസ്സേജ് ആണ്. ഞാനിവിടെ 4 കാർഡുകൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സ്, ഹിഡൻ ട്രൂത്ത്, ഫ്യൂച്ചർ ഔട്ട്കം എന്നിവയാണ് നോക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളും ഈ പേഴ്സണും ഇടയിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണ്, ഇപ്പോൾ ഈ കണക്ഷൻ എന്ത് ഫേസിലാണ് ഉള്ളത്, യൂണിവേഴ്സ് നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ കാർഡിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കടലിൻ്റെ തീരത്ത് മനോഹരമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജ്ഞിയാണ് കാണുന്നത്. അവളുടെ കയ്യിൽ അലങ്കരിച്ചൊരു വലിയൊരു കപ്പ് കാണുന്നുണ്ട്. അവൾ ആ കപ്പിലേക്ക് നോക്കുന്നത് ശ്രദ്ധിക്കുക. അത് അവൾ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന വികാരങ്ങളെയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണിത്. അവളുടെ ചുറ്റുമുള്ള കടൽ ശാന്തമാണ്. അവളുടെ ഉള്ളിലെ വികാരങ്ങൾ ആഴമുള്ളതും എന്നാൽ സമാധാനപരവുമായതുമാണ്. അവൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള വലിയ കഴിവുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ കാർഡ് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് വൈകാരികമായിട്ടുള്ളൊരു ഒഴുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ബന്ധം ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഒരാളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി മറ്റൊരാളുടെ വികാരങ്ങൾ അമിതമായിട്ട് പരിഗണിക്കുന്നുണ്ടാവാം. മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് കരുതി പല കാര്യങ്ങളും മനസ്സിൽ വെക്കുന്നുണ്ടാവാം. വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികളിലൂടെയും ചെറിയ കരുതലുകളിലൂടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, തർക്കിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയുന്നതിന് പകരം അവർക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ സ്പേസ് നൽകുന്നു. ഇതൊരു ബ്ലാൻഡ് ആയ റിലേഷൻഷിപ്പ് അല്ല, പകരം പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകാൻ കഴിയുന്ന ഒരു ആത്മീയമായ അല്ലെങ്കിൽ വൈകാരികമായ തലത്തിലേക്കാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു തടാകത്തിൽ കല്ലെറിഞ്ഞാൽ അതിൽ ഓളങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് ചെറിയൊരു മാറ്റം വന്നാൽ, ഉദാഹരണത്തിന് അവർ മെസ്സേജിന് മറുപടി നൽകാൻ വൈകിയാൽ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് വഴക്കിടുന്നതിന് പകരം അവർ ഇപ്പോൾ ഒരുപക്ഷെ മാനസികമായിട്ട് അസ്വസ്ഥനായിരിക്കാം, ഞാൻ അവരെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ ബന്ധം ഇപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണ്. പഴയ പിണക്കങ്ങളോ മുറിവുകളോ ഉണ്ടെങ്കിൽ അത് പരസ്പരം സ്നേഹവും കരുതലുമായിട്ട് പരിഹരിച്ചു വരുന്നൊരു സമയമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. വലിയ ആവേശത്തിനേക്കാൾ മനസമാധാനത്തിനാണ് ഇവിടെ മുൻഗണന. നിങ്ങളുടെ ഈ കണക്ഷനിൽ എൻ്റെ ഭാഗം ശരിയാണ് എന്ന് വാദിക്കുന്നതിനേക്കാൾ നമ്മുടെ ബന്ധം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ കാർഡ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വൈകാരികമായിട്ട് ഒരേ താളത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അതോ ഒരാൾ മാത്രമാണോ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്? ഈ ഒരു കാര്യം നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാർഡ് എടുക്കാം. ഈ പേഴ്സൻ്റെ റിയൽ ഫീലിംഗ് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, ലവ് ഉണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ദ ഫൂൾ എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ഒരു പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ്. അവരുടെ മനസ്സിൽ കാര്യമായിട്ടുള്ള ഭാരങ്ങളോ മുൻവിധികളോ ഇല്ല. വളരെ നിഷ്കളങ്കവും ശുഭപ്രാപ്തി വിശ്വാസം നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ. ഒരു ചെറിയ കുട്ടിയെ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളതുപോലെ നിങ്ങളെയും ഈ ഒരു ബന്ധത്തെ ഒരു പുതിയ അനുഭവമായിട്ട് അവർ കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായ ഒരു ഊർജ്ജമാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളോടൊപ്പം ഒരു പുതിയ യാത്ര തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർ വളരെ ഗൗരവപരമായിട്ടുള്ള പ്ലാനുകളേക്കാൾ ഉപരിയായിട്ട്
കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കാമെന്നൊരു ക്യാഷ്വൽ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. നിങ്ങളോട് അവർക്ക് ആകർഷണമുണ്ട്, പക്ഷെ അത് വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ലവ് എന്നതിനേക്കാൾ ഉപരി ആവേശമാണ് കൂടുതൽ. യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ കൺഫ്യൂഷനുകളൊന്നുമില്ല, കാരണം ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നില്ല. എന്ത് സംഭവിക്കും, എന്ത് നോക്കാം എന്ന മനോഭാവമാണ് ഇവർക്ക് ഉള്ളത്. ഇത് പ്രണയത്തിൻ്റെ ആദ്യഘട്ടമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് വളരെ പെട്ടെന്ന് മാറാവുന്ന ഒന്നാണ്. ഇവർക്കൊരു വലിയ കമ്മിറ്റ്മെൻറ്റ് നൽകാൻ ഇപ്പോൾ താല്പര്യമില്ല, മറിച്ച് കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനാണ് ഇഷ്ടം. ഒരു പുതിയ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര തിരിക്കുന്ന ഒരാളെ പോലെയാണ് ഈ വ്യക്തി. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല, പക്ഷെ അവർക്ക് ഭയമില്ല, പകരം ഒരു കൗതുകമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും, തമാശകൾ പറയും. പക്ഷേ നാളെക്കുറിച്ച് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ കൃത്യമായ ഉത്തരം നൽകില്ല. അവർ വർത്തമാനകാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ടാരറ്റ് കാർഡുകൾ, ദി ഫോൾ എന്ന കാർഡ് 0 നമ്പർ കാർഡാണ്. ഇതെല്ലാത്തിൻ്റെയും തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലോ ബന്ധത്തിലോ പുതിയൊരു അധ്യായം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടാനുള്ള ധൈര്യം, ആരെയും കൂസാതെ സ്വന്തം വഴിക്ക് പോകുന്ന ഒരു രീതി. പിന്നെ കാർഡിലെ ആള് മലയിടുക്കിൻ്റെ അറ്റത്താണ് നിൽക്കുന്നത്. അതുപോലെ ഈ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണാൻ അറിയില്ല എന്നതാണ് ഇതിലെ പ്രധാന വെല്ലുവിളി. ചുരുക്കത്തിൽ, ഈ വ്യക്തി നിങ്ങളോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും അത് വളരെ പക്വത കുറഞ്ഞ അല്ലെങ്കിൽ വളരെ ലഘുവായ ഒരു തുടക്കം മാത്രമാണ്. അവർക്ക് കാര്യങ്ങൾ നിസ്സാരമായി എടുക്കാനാണ് ഇഷ്ടം. ഇങ്ങനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് എടുക്കാം. അതായത് മൂന്നാമത്തെ കാർഡിൽ നമ്മൾ നോക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, ഇവർ എന്താണ് ഹൈഡ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ റിയൽ റീസൺ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. സാധാരണയായിട്ട് ഏസ് ഓഫ് പെൻഡക്കിൾസ് പുതിയ തുടക്കങ്ങളെയും സാമ്പത്തികമായ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങളെയും സ്ഥിരതയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു തരം പ്രായോഗികതയുടെ കുറവ് അല്ലെങ്കിൽ തുടക്കമിടാനുള്ളൊരു മടിയാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. ഉദാഹരണത്തിന്, ഇമോഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനപ്പുറം റിലേഷൻഷിപ്പിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസമോ സാഹചര്യങ്ങളോ ഒപ്പം ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുകയോ നേരിട്ട് സംസാരിക്കുകയോ ചെയ്യാനുള്ളത്. ഇവർ തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഭയമോ ആശങ്കയോ ആണ് ഇവർ മറച്ചു വെക്കുന്നത്. എല്ലാം ശരിയാകും എന്ന് പുറമെ കാണിച്ചാലും കാര്യങ്ങൾ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഇത് എവിടെ അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ആശയക്കുഴപ്പവും ഇവർക്കുണ്ട്. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് ആ ഒരു അനിശ്ചിതത്വം അവർ മറച്ചു വെക്കുന്നു. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന് പ്രധാന കാരണം അവർ സംസാരിക്കാൻ ഒരു ശരിയായൊരു അവസരം അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു സാഹചര്യം കാത്തിരിക്കുകയാണ് എന്നതാണ്. കേവലം ഒരു ചെറിയൊരു സംഭാഷണത്തിന് പകരം സംസാരിക്കുമ്പോൾ അത് വളരെ അർത്ഥവത്തായും റിലേഷൻഷിപ്പിനെ ഉറപ്പിക്കുന്നതുമായിരിക്കുന്ന ഒന്നായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ള ആത്മവിശ്വാസമോ സാഹചര്യമോ ഇല്ലാത്തതിനാൽ അവർ നിശബ്ദത പാലിക്കുകയാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, ഏസ് ഓഫ് പെൻഡക്കിൾസ് ഒരു പുതിയൊരു തുടക്കത്തെ കുറിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അത് വളരെ സാവധാനമുള്ളതും ചിന്തിച്ചുറപ്പിച്ചതുമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് കാണപ്പെടുന്നത്. അവർക്ക് പെട്ടെന്നൊരു മാറ്റം വരുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ മന്ദഗതിയിലാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാർഡും കൂടെ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്നത് ദ മജീഷ്യൻ എന്ന കാർഡാണ്. എന്താണ് ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ, ദ മജീഷ്യൻ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ കഴിവും സാഹചര്യങ്ങളും നിങ്ങളുടെ പക്കലുണ്ട്, പക്ഷെ അവയെ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ ബ്ലോക്ക്. ഇതിനർത്ഥം ഒരു വ്യക്തമായ പദ്ധതിയുടെയോ തീരുമാനത്തിൻ്റെയോ അഭാവം ഈ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നു എന്നാണ്.
തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ ഈ റിലേഷൻഷിപ്പിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നോ ഉള്ള ഒരു വ്യക്തമായ പ്ലാൻ അവർ മറച്ചു വെക്കുന്നുണ്ടാകാം. അവർ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കും. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം ഇവർ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടും കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ നിയന്ത്രിക്കാനോ അവർ ശ്രമിക്കുന്നത് കൊണ്ടും ആശയവിനിമയം നടക്കാതെ പോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ മജീഷ്യൻ എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ ശരിയാക്കാനുള്ള ഒരു കരുത്ത് ഈ റിലേഷൻഷിപ്പിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തത ഇവർക്കില്ല എന്നതാണ്. ഓക്കെ, ഇനി 4ാമത്തെ കാർഡ് എടുക്കാം. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കണക്ഷൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം എന്താണ്, റീയൂണിയൻ ഉണ്ടാകുമോ, നെക്സ്റ്റ് മൂവ്മെൻറ്റ് എനർജി എന്താണ്. ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് കർമ്മഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ എന്താണോ നടന്നത് അതിൻ്റെ കൃത്യമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഈ ബന്ധത്തിലുണ്ടാകും. അല്ലാതെ തെറ്റിദ്ധാരണകൾ നിറഞ്ഞ ബന്ധമാണെങ്കിൽ അത് അവസാനിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പരസ്പരം തുറന്നു സംസാരിച്ചൊരു ഒത്തുതീർപ്പിലെത്താനോ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് വൈകാരികമായ ഒരു ഒത്തുചേരൽ എന്നതിലുപരി ന്യായമായൊരു ഒത്തുചേരലായിരിക്കും. അതായത് മുൻപ് സംഭവിച്ച തെറ്റുകൾ തിരുത്താനും പരസ്പരം ഉണ്ടായ പരാതികൾക്ക് പരിഹാരം കാണാനും സാധിച്ചാൽ മാത്രമേ ഈ ഒരു റീയൂണിയൻ സാധ്യമാവുകയുള്ളൂ. വെറുതെ പഴയതുപോലെ തുടരാതെ എന്താണ് സംഭവിച്ചതെന്ന് ഇരുവർക്കും ബോധ്യമുണ്ടെങ്കിൽ റീയൂണിയൻ ഉറപ്പാണ്. അടുത്ത എനർജി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇവർ കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങളെ വിലയിരുത്തി മാത്രമേ അടുത്ത നീക്കം നടത്തുകയുള്ളൂ. വികാരങ്ങൾക്ക് പുറമേ പോകാതെ യുക്തിപരമായിട്ട് ചിന്തിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനായിരിക്കും ഇവർ ശ്രമിക്കുക. വളരെ വ്യക്തതയോടെയുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ കാർഡ് നീതി, സത്യം, സന്തുലിതാവസ്ഥ എന്നിവയുടെ പ്രതീകമാണ്. ജീവിതത്തിൽ നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും എന്നതിൻ്റെ തെളിവാണിത്. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് അമിതമായ വേദന നൽകിയെങ്കിൽ ആ വേദന അനുഭവിക്കേണ്ടി വരും. അതല്ല, രണ്ടുപേരും പരസ്പരം പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫലം ലഭിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് പിണക്കമാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇമോഷണലായി അവർ പെട്ടെന്ന് ഓടി വരികയല്ല ചെയ്യുക. പകരം എവിടെയാണ് തെറ്റുപറ്റിയത് എന്നവർ ചിന്തിക്കും. നിങ്ങൾ ഇരുവരും തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ ചെയ്തത് ശരിയാണോ, നീ ചെയ്തത് ശരിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരും. സത്യം തിരിച്ചറിഞ്ഞൊരു പരസ്പര ധാരണയിലെത്തിയാൽ മാത്രമേ ഈ കാർഡ് ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഈ ബന്ധത്തിലെ വൈകാരികമായ നാടകങ്ങൾക്കപ്പുറം സത്യത്തിന് സ്ഥാനമുണ്ട്. എന്ത് സംഭവിക്കുന്നുവോ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നീതിയായിട്ട് കണക്കാക്കാം. വളരെ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഹിയർ റീഡിങ് നിങ്ങളുമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായിട്ട് സ്വീകരിക്കുക, അല്ലാത്തവ വിട്ടുകളയുക.